ഒരു ഘട്ടം എത്തിയപ്പം സ്നോഫോളിങ് കൂടുതലായി. ഞാൻ അവിടെ ഒരു 5 മിനിറ്റ് നിന്ന് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. വീട്ടിൽ വന്ന് ഒരാഴ്ച എനിക്ക് ആ യാത്രയുടെ ഹാങ് ഓവറിൽ നിന്ന് ഞാൻ പുറത്ത് വന്നിരുന്നില്ല. എല്ലാവർക്കും ചാർധാം അറിയാം, പക്ഷേ പഞ്ചകേദാർ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നതിൽ വളരെ കുറവാണ് സൗത്തിൽ നിന്നുള്ളവർ. പിന്നെ അവിടെ ഈ 6 മാസം അടച്ചിടും കേദാർ. അവിടെ 1-2 വർഷം പോയി വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലെ പേര് കേദാറിന് ചേഞ്ച് ചെയ്തതും. കുറേ നടന്നു കഴിഞ്ഞ് വിശന്ന് നട്ട്സ് ഉണ്ട് കഴിക്കാമെന്ന് വെച്ച് ബാഗ് തുറന്നപ്പോഴാണ് ആ സത്യാവസ്ഥ മനസ്സിലാക്കിയത്. പക്ഷേ കിടന്നെങ്കിലും ഉറക്കം വരുന്നുണ്ടായില്ല. പറഞ്ഞൊരു കുഴപ്പമില്ല, എനിക്ക് അത്രയും വിശപ്പുണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ പേര് വിഷ്ണു. കേദാർ എന്നുള്ള പേരിലാണ് ഫ്രണ്ട്സിൻ്റെ ഇടയിലും സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുന്നത്. അതെന്നാന്ന് ഞാൻ വഴിയെ പറയാം. ഞാൻ ഷെഫാണ്, പേസ്റ്റ് ഷെഫാണ്. ജോലിയുടെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ട്രാവൽ ചെയ്യാനായിട്ട് ടൈം കണ്ടെത്തുന്ന ഒരാളാണ്. അത് യാത്രയെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടും ജോലി മടുക്കാതിരിക്കാനും കൂടിയാണ്. ഓരോ ജോലി ചെയ്തൊരു ടൈം പീരീഡിൽ ഞാൻ ചെറിയ ബ്രേക്ക് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ശ്രമിക്കും. എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ദുബായിലും US-ലായിരുന്നു. US-ൽ ഞാൻ ക്രൂസ് ഷിപ്പിലായിരുന്നു, നോർവീജിയൻ ക്രൂസ് ഷിപ്പിലായിരുന്നു. മെയിനായിട്ട് ഞാൻ കരീബിയൻ ഐലൻഡ്സിലായിരുന്നു ട്രാവൽ ചെയ്തിരുന്നത് മൊത്തം. പോർത്തറിക്കോ, സെൻറ്റ് കിറ്റ്സ്, സെൻറ്റ് ആൽബർട്ട്സ് അങ്ങനത്തെ ഉള്ള ഐലൻഡ്സിലൊക്കെ ആയിരുന്നു. കരീബിയൻ ഐലൻഡ്സിൽ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ബീച്ച് ടൂറിസമാണ്. എല്ലാവർക്കും പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് എത്തിപ്പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടെങ്കിലും എനിക്ക് എന്തോ ഒരു എലമെൻ്റ് അവിടെ മിസ്സിംഗ് ആയിട്ട് തോന്നിയിരുന്നു. കാരണം ഞാൻ ഒട്ടും ബീച്ച് പേഴ്സൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കരിയർ ദുബായിലായിരുന്നു. അവിടെയും ഈ പറഞ്ഞ അതുപോലെ തന്നെ എല്ലാം മാൻമെയ്ഡ് ആയിട്ടുള്ള തിങ്സാണ് അവിടെ ഉള്ളത്. അതും റീസെൻ്റ്ലി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചോളം കുറച്ചും കൂടിയും ഏൻഷ്യൻ ടൈമിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏൻഷ്യൻ ടൈമിലുള്ള ടെമ്പിൾസ് അവിടെ വിസിറ്റ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിരുന്നത്. അതിന് ഏറ്റവും നല്ലത് ഇന്ത്യ തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഞാൻ ഒരു 10 വർഷത്തെ കരിയർ അവിടെ എബ്രോഡ് അവസാനിപ്പിച്ച് ഞാൻ ഇന്ത്യയിലോട്ട് വരാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ജോലിയുടെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ആഗ്രഹം നന്നായിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ ഈ ഒരു ജോലി ചെയ്യുന്നതിനിടയിൽ ഞാൻ പറ്റുമ്പോഴൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് എവിടെയെങ്കിലും പോകാൻ, അതൊരു 2 മാസം കൂടുമ്പോഴോ എങ്ങനെ എവിടെയെങ്കിലും പോകാൻ ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് എബ്രോഡ് അങ്ങനെ ട്രാവൽ ചെയ്തപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത്. നാട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ നടക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഈ പറഞ്ഞ പോലെ എൻ്റെ ട്രാവലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറോണ സമയത്താണ്. കൊറോണ സമയത്ത് പറഞ്ഞാൽ വർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ദുബായിൽ നിന്ന് വന്നത് ആ സമയത്ത് തന്നെയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ കേദാറിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് കേദാർ യാത്ര, എങ്ങനെയാണ് അവിടെ പോകേണ്ടത് എന്നൊന്നും. അപ്പം ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അറിവും പിന്നെ അവിടെ നിന്നാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യാനും ബുക്സ് വായിക്കാനും ഒക്കെ തുടങ്ങിയത്. ആ ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ഇത്രയും ദൂരേക്ക് പോകുന്നതാണ്, അവിടെ പോകുന്നത് വെർത്താണോ അല്ലെങ്കിൽ എന്തായിരിക്കണം എൻ്റെ ഉദ്ദേശം അവിടെ പോകുന്നത് എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് തിരഞ്ഞപ്പോഴാണ് ഓക്കെ പോകണം എന്നുള്ളൊരു മൈൻഡിൽ ഇത് വന്നത്. ഞാൻ പിന്നെ ഒരു ശിവഡുവേട്ടിയാണ്, പക്ഷേ ഇപ്പോൾ ഉള്ള അത്രയും ഒരു സ്പിരിച്വലായിട്ടൊന്നും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അത് കേദാറിൽ പോയി വന്നതിന് ശേഷം ആണെന്ന് തന്നെ പറയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ പേര് അതിലോട്ട് വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നീട് പറയാമെന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. അവിടെ 1-2 വർഷം പോയി വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലെ പേര് കേദാറിന് ചേഞ്ച് ചെയ്തതും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഗ്യാങ്ങിൻ്റെ ഇടയിൽ എന്നെ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയതും. അങ്ങനെ കേദാർ പോകാനുള്ള തീരുമാനത്തിലോട്ട് എത്തി. അപ്പം കൊറോണ ടൈമാണ്. കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പുറത്ത് പോകാനും ട്രാവൽ ചെയ്യാനും പേപ്പേഴ്സും കാര്യങ്ങളും വേണം, വാക്സിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന്. ട്രെയിനില്ല, അന്ന് ഫ്ലൈറ്റിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും എക്സ്പെൻസീവ് ആവും. ഫ്ലൈറ്റിൽ തന്നെ നമുക്ക് ഒരു സീറ്റ് വിട്ടൊക്കെ ഇരിക്കണമായിരുന്നു. PPE കിറ്റ് ഒരു മാസ്കും കാര്യങ്ങളൊക്കെ തന്നിരുന്നു നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ജേണിയിലാണ് നമ്മൾ അവിടെ എത്തുന്നത്, ദെറാദൂൺ എയർപോർട്ടിൽ എത്തുന്നത്. അവിടെ നിന്നും എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല എങ്ങനെയാണ് കേദാർ എത്തേണ്ടതെന്നുള്ളത്. പുറത്തിറങ്ങി നമ്മൾ ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചു എങ്ങനെയാണെന്നുള്ളത്. അവരാണ് പറഞ്ഞത് ഋഷികേശ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഋഷികേശ് നമുക്ക് രുദ്രപ്രയാഗിലോട്ടുള്ള ബസ് കിട്ടി. അവിടെ എത്തിയപ്പോഴേക്കും ഈവനിങ് ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്തായാലും അവിടെ സ്റ്റേയും നമുക്ക് നിർബന്ധമാണ്. പിറ്റേഴ്സ് രാവിലെ കേദാറിലേക്കുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൗരികുണ്ടിലാണ്. അങ്ങനെ ഋഷികേശിൽ നിന്ന് നമുക്ക് രുദ്രപ്രയാഗിലേക്കുള്ള ബസ് കിട്ടി. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു.
അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ താമസിക്കാനുള്ള സൗകര്യം നോക്കി. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. കാരണം വെച്ചാൽ അവർക്കറിയാം നമ്മൾ ആവശ്യക്കാരാണ് എന്നുള്ളത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വില കൂട്ടി പറയും റൂമിൻ്റെ. നമ്മളിപ്പോൾ കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിലും അവിടെ ലാംഗ്വേജ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സൗത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ ചെന്ന് ഹിന്ദി അറിയില്ല എന്ന് തോന്നിയാൽ അവരത് ചൂഷണം ചെയ്യുന്നത് ചെയ്യും. അപ്പോൾ അതൊരു പച്ചയായ സത്യം തന്നെയാണത്. അപ്പം എനിക്ക് ലാംഗ്വേജ് വലിയ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്ത് പ്രൈസ് നമുക്ക് നോർമലായിട്ട് കിട്ടി. അങ്ങനെ റൂമൊക്കെ എടുത്തു, ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. അപ്പോഴും നേരത്തെ കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ രാവിലെ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റിട്ട് നമുക്ക് യാത്ര തുടങ്ങണം. അവിടെ രുദ്രപ്രയാഗിൽ നിന്ന് നമുക്ക് ഗൗരികുണ്ട് ചെന്ന് അവിടെ നിന്നാണ് നടന്ന് തുടങ്ങേണ്ടത്. അപ്പോൾ ചെറിയൊരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ കൗണ്ടറുണ്ട്. കൗണ്ടറിൽ ചെന്നിട്ട് നമ്മുടെ പേപ്പറൊക്കെ കാണിക്കണം മുകളിലോട്ട് നടക്കാനുള്ളത്. നേരത്തെ ഉറങ്ങാന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു. കാരണം വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിക്കെങ്കിലും യാത്ര തുടങ്ങണം. പക്ഷേ കിടന്നെങ്കിലും ഉറക്കം വരുന്നുണ്ടായില്ല. അതിന് കാരണം യാത്രയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാൻ തീരുമാനിച്ച തലേദിവസം ആർക്കും തന്നെ ഉറക്കം കിട്ടില്ല. അങ്ങനെ കിടന്നു ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒരു 5 മണിക്കെങ്കിലും നടന്നു തുടങ്ങണം. കാരണം വെച്ചാൽ ഗൗരികുണ്ടിലെത്തിയിട്ട് നമുക്ക് അവിടേക്ക് പോകാൻ കിട്ടിയ സാങ്ഷൻ പേപ്പർ അവിടെ കാണിക്കണം. എന്നിട്ടാണ് നമുക്ക് യാത്ര തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അവർക്കൊരു കണക്ക് വേണം, എത്ര പേര് അവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ അവിടെ എത്തി എന്നുള്ളതിന് അവർക്ക് കണക്കിന് വേണ്ടിയാണ് നമുക്ക് ഓൺലൈനായിട്ടൊരു പാസ് കിട്ടും. അപ്പോൾ അതെല്ലാം അവിടെ കാണിച്ച് യാത്ര തുടങ്ങി. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വലിയ കാര്യമായിട്ടൊന്നുമല്ല, പൂരി ഭാജിയോ എന്തൊക്കെ ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നത്. പിന്നെ ഒരു ചായയും കുടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് യാത്ര തുടങ്ങുന്നത്. പിന്നീടുള്ള യാത്രകളിൽ കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ ബാഗിൽ കരുതണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരാളുടെ ബാഗിൽ അത് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് എന്തെങ്കിലും നട്ട്സ് ആയിരുന്നു ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത്. ഡേറ്റ്സ്, കാഷ്യൂ, ആൽമണ്ട് അതൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് ഞങ്ങളുടെ 2 പേരുണ്ടായിരുന്നു. ഒരാളുടെ ബാഗിലായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഇത്രയും വലിയ ബാഗിട്ട് യാത്ര തുടങ്ങുന്നത് കണ്ടപ്പം അവിടെയുള്ള ആൾ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, 2 പേരും ഇത്രയും വലിയ ബാഗിട്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത്രയും വഴി നടക്കേണ്ടതാണ്, 10-22 കിലോമീറ്റർ നടക്കേണ്ടതാണ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ള സാധനങ്ങൾ വെക്കാൻ ലോക്കൽ ഫെസിലിറ്റി അവിടെ ഗൗരിക്കുണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ കൊണ്ടുവന്ന ബാഗെല്ലാം കൊണ്ട് അങ്ങോട്ട് പോകണം. കാരണം വെച്ചാൽ ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്നതല്ലായിരുന്നു. അപ്പം അവിടെ നിന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ എല്ലാവരും അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. പെട്ടെന്ന് ധൃതിയിൽ ഒരാളുടെ ബാഗ് എംപ്റ്റി ആക്കിയിട്ട് അതിലേക്ക് മാത്രം ആവശ്യമുള്ള സാധനങ്ങൾ, കുറച്ച് ഡ്രസ്സ്, പിറ്റേ ദിവസം തിരിച്ചു വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും അന്ന് നൈറ്റ് നമുക്ക് അവിടെ ഇടാനുള്ള വസ്ത്രങ്ങൾ മാത്രം എടുത്ത്, പിന്നെ നമുക്ക് കുളിക്കാനുള്ള സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വെച്ചു. ഒരു ബാഗ് ലോക്കറിലും വെച്ച്, ഒരു ബാഗ് ഞങ്ങൾ മാറി മാറി ഇടാമല്ലോ. തിരിച്ച് വരുമ്പോൾ ഒരാളിടാം, അങ്ങോട്ട് പോകുമ്പോൾ ഇടാം, അല്ലെങ്കിൽ മാറി മാറി ഇടാന്നുള്ള പ്ലാനിൽ ആ ബാഗ് തോളിലിട്ട് നടന്നു. കുറേ നടന്നു കഴിഞ്ഞ് വിശന്ന് അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഓക്കെ നട്ട്സ് ഉണ്ട് കഴിക്കാമെന്ന് വെച്ച് ബാഗ് തുറന്നപ്പോഴാണ് ആ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയത്. നട്ട്സ് വെച്ച ബാഗാണ് ഞങ്ങൾ ലോക്കറിൽ വെച്ചത്. പിന്നെ മനസ്സിലായി വിശന്ന വേറെ നിവൃത്തിയില്ല. ഞങ്ങൾ കൂടെ വന്ന ആൾക്കാർ പറഞ്ഞു, നടക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടാവും സാധനങ്ങൾ, അവിടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അപ്പോൾ നടന്നപ്പോൾ ആദ്യം കണ്ടത് മാഗിയൊക്കെയാണ്. അപ്പം എനിക്ക് യാത്രയിൽ മാഗി കഴിക്കാനുള്ളൊരു സുഖമായിട്ട് തോന്നിയില്ല. അങ്ങനെ കഴിച്ചില്ല. കുറച്ചധികം അങ്ങനെ നടന്നപ്പോഴാണ് ഒരു സ്ഥലത്ത് ഒരു ലേഡി ആലു പൊറോത്ത ഉണ്ടാക്കി വെക്കുന്നു. അത് അവിടെ നിന്ന് കളക്ട് ചെയ്ത ഒരു 4 കല്ലൊക്കെ കൂട്ടി വിറകൊക്കെ കത്തിച്ച് ഒക്കെയാണ് ആലു പൊറോത്ത ഉണ്ടാക്കുന്നത്. ഒരു ലേഡി പിന്നെ പറാത്ത ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവരവിടെ നിന്ന് കിട്ടിയ കല്ലൊക്കെ പറക്കി വെച്ച് വിറകൊക്കെ കൂട്ടിയാണ് അതുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് പുള്ളിക്കാരിക്ക് ഒന്നേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ അവിടെ ക്യൂവിൽ ഒരു 3-4 പേര് ഉണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചു, ദീദി ടൈം എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ 4 പേർക്കും ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും ടൈം വേസ്റ്റ് ചെയ്യാനും ഇല്ല, അവിടെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ എനിക്ക് മൈൻഡിൽ ഉണ്ടെങ്കിൽ 6:30 അവിടെ എത്തണം, എനിക്ക് ദീപാരാധന കാണണം, ആരതി കാണണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഞാൻ നടന്നു വീണ്ടും. അപ്പം വെള്ളം ഉണ്ടായി, വെള്ളം കുടിച്ചു. അപ്പോൾ വെള്ളത്തിൽ എപ്പോഴും ORS ഇട്ട് കലക്കിയ വെള്ളം ഉണ്ടായിരുന്നു കയ്യിൽ, അത് കുടിച്ച് നടന്നു. കുറച്ചാണ്ട് നടന്നപ്പം ക്ലൈമറ്റ് മാറാനും തുടങ്ങി. തുടക്കത്തിലൊന്നും വലിയ തണുവുണ്ടായിരുന്നില്ല. നോർമൽ ടീഷർട്ടും ജീൻസിട്ടും നടന്നിരുന്നത്. തണുപ്പും കൂടി ഓക്സിജൻ്റെ ലെവലും കുറയാൻ തുടങ്ങി. നമുക്ക് ശ്വസിക്കുമ്പോൾ ശരിക്കും അത് മനസ്സിലാവുന്നുണ്ട്. ആകെ ടയേർഡായി. ഞാൻ ഫുഡും കഴിച്ചിട്ടില്ല, രാവിലെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. ഒരു ഘട്ടമെത്തിയപ്പം എനിക്ക് ബ്രീത്ത് ചെയ്യാനും പറ്റുന്നില്ല. ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് നടക്കാൻ എനിക്ക് എൻ്റെ കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല ഒരവസ്ഥയിലെത്തിയപ്പം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു, നടന്നോ അങ്ങനെ ഒരുമിച്ച് നടക്കാൻ എത്തേണ്ട, ഓരോരുത്തരെ കപ്പാസിറ്റി അനുസരിച്ച് നടന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ നടന്ന് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവനെ വിളിക്കാനും ഒരു നിർവാഹമില്ലാത്തൊരു ഇതെത്തി.
അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ നടന്നു വന്ന ഒരാളോട് ചോദിച്ചു എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന്. അപ്പം കുഴപ്പമില്ല പറഞ്ഞ ആടെ ഞാൻ പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവനെന്നെ കാണാതെ ഇപ്പോൾ തിരിച്ചു വന്നു. അങ്ങനെ കുറച്ചും കൂടി ഞങ്ങൾ കഷ്ടപ്പെട്ട് നടന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഞാൻ ശരിയായി. കുറച്ചും കൂടി നടന്നപ്പം ഒരു കട കണ്ടു. അവിടെ അവർ മെയിനായിട്ട് വിൽക്കുന്നത് ചായ, പിന്നെ ഹൽദിറാമിൻ്റെ ചെറിയ പാക്കറ്റ്സ് കിട്ടില്ലേ, ഈ ചക്ലി അങ്ങനത്തെ സാധനങ്ങൾ, ബിസ്ക്കറ്റൊക്കെയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാവുമോ, ഞാനൊന്നും കഴിച്ചിട്ടില്ല. അവർ പറഞ്ഞു കഴിക്കാൻ അവിടെ ഒന്നും കൊടുക്കുന്ന സ്ഥലമല്ല, പക്ഷെ അവർ കഴിക്കാനുണ്ടാക്കിയ ഫുഡ് അവിടെ ഉണ്ട്, അതും കുക്കറിൽ ഉണ്ടാക്കിയത് അടി പിടിച്ചതാണ്, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എനിക്ക് അത്രയും വിശപ്പുണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവരനുസരിച്ച് പ്ലെയിൻ റൈസും കുറച്ച് ദാലും തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു. പക്ഷെ അത് കുറച്ചല്ല അടി പിടിച്ചിട്ടുണ്ടായിരുന്നത്, ആ കുക്കറിൻ്റെ അടി പിടിച്ചിട്ട് ശരിക്കും കുക്കറിൻ്റെ ഒരു ഷേപ്പിൽ തന്നെയായിരുന്നു ഇരിക്കേണ്ടത്. റൈസൊക്കെ കളർ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ നേരത്തെ നമ്മുടെ ആവശ്യം അതായതുകൊണ്ട് കഴിച്ചു. അവരതിന് പൈസയൊന്നും വേണ്ട പറഞ്ഞു എന്ന് എൻ്റെ ഒരു ഓർമ്മയില്ല. പക്ഷെ ഞാൻ പേ ചെയ്തത് പോന്നു. പിന്നീട് അവിടെ നിന്ന് എനിക്ക് കുറച്ച് എനർജിയായി റൈസ് ചെന്നപ്പം. പിന്നെ അവിടെ നിന്ന് കുറച്ച് കടകളൊക്കെ കണ്ടു, കുക്കുമ്പറൊക്കെ വിൽക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നീടാണ്ട് സ്നോഫോളിങ് തുടങ്ങി. നമുക്ക് സമയം പോകുന്നു, മൈൻഡിലുണ്ട് 6:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം, ആരതി കാണണം. ആരതി കാണണം തന്നെ മൈൻഡിൽ ചെയ്യണമെന്നുള്ളതിനൊരു കാരണമുണ്ട്. ആ താഴ്വാരത്തിൽ, ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൽ ഇത്രയൊരു ചെറിയൊരു അമ്പലം നിൽക്കുന്നത്, അവിടുത്തെ ആ മണിമുഴക്കം ഈ പർവ്വതങ്ങളിൽ മൊത്തം അടിച്ചിട്ട് തിരിച്ചു വരുന്നൊരു ഫീലുണ്ട്. അത് വല്ലാത്തൊരു ഇതാണെന്ന് ഞാൻ പോയവർ പറഞ്ഞതും കേട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോസൊക്കെ നോക്കിയപ്പോഴും അതിലും എനിക്ക് ആ കേട്ടതിൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കാണണം, അത് മിസ്സാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്കുള്ളിൽ. കാരണം വെച്ചാൽ അന്ന് എനിക്ക് കാണാൻ പറ്റില്ല, പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം കാണാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ഞങ്ങൾക്ക് ബദ്രിനാഥൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ അന്നത് എനിക്ക് മിസ്സാക്കാൻ പറ്റില്ല. നടന്നുകൊണ്ടിരുന്നു എത്രയും പെട്ടെന്ന് അവിടെ എത്താനായിട്ട്. ഒരു ഘട്ടം എത്തിയപ്പം സ്നോഫോളിങ് കൂടുതലായി. ഞങ്ങൾ കുടയിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. കുറേ പേരിൽ റെയിൻ കോട്ട് അവിടെ നിന്ന് കിട്ടുന്നത് ഈ ഡിസ്പോസിബിൾ ടൈപ്പ് ഉണ്ട്, അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബാഗും നനയില്ലോ ഡ്രസ്സൊക്കെ നനയില്ലോ എന്നുള്ള ഇതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കയറി നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് നടന്നു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ നടക്കാൻ ഒരു 2 കിലോമീറ്റർ ഉണ്ട്, 6 മണിയാവും ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്ന് റൂമൊക്കെ എടുത്തിട്ട് വേണ്ടേ ഈ വരനെ കാണാൻ വരാമെന്നുള്ളൊരു ഇതിൽ. അങ്ങനെ സ്നോഫോളൊക്കെ ആണെങ്കിലും ഞങ്ങൾ നടന്ന് അവിടെ എത്താറായി. കേദാർ എത്തുന്നതിനും ഒരു 1/2 കിലോമീറ്റർ മുമ്പാണെന്ന് മനസ്സിലായി. കാണിച്ചത് നമുക്ക് അവിടെ നോക്കുമ്പോൾ അമ്പലം കാണാം, എന്നാലും നടക്കാനുണ്ട്. പിന്നെ എനിക്കൊരു ഫീൽ വന്നത് നടന്നിട്ട് എത്തുന്നില്ല, എനിക്ക് കാണാം അമ്പലം, നടന്നിട്ട് എത്തുന്നില്ല എന്നൊരു ഫീലായിരുന്നു. നമ്മുടെ കാലുകൾ ചലിക്കുന്നുണ്ട്, നല്ല അടുത്തുള്ളൊരു ഫീലായിരുന്നു. കുറച്ച് ദൂരം നടന്നപ്പം എനിക്ക് അമ്പലം നേർക്ക് കാണാം എന്നൊരവസ്ഥയെത്തി. അത് ആ ഒരു ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറം ഒരു ഇതായിരുന്നു. കാരണം വെച്ചാൽ ഹിമാലയത്തിലേക്ക് ആ നേരത്തെ സൂര്യപ്രകാശം അടിച്ച് ആ മഞ്ഞ് മൊത്തം ഒരു ഗോൾഡൻ കളറിൽ, ഹിമാലയം മൊത്തം ശരിക്കും ഒരു ഗോൾഡൻ കളറിൽ, താഴ്വാരത്തിൽ കേദാർ അമ്പലം. ഞാനിവിടെ നിന്ന് ദൂരം നിന്ന് ഇങ്ങനെ കാണുവാണ്, എനിക്ക് അമ്പലം ശരിക്കും കാണാം ഈ ഒരു കാഴ്ചയിൽ. ഞാൻ എൻ്റെ ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻറ്റ് എടുത്തുന്നതിൻ്റെയാണോ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ഒരു 5 മിനിറ്റ് നിന്ന് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകി. അതെന്താണ് ആ ഫീലെന്ന് എനിക്കിപ്പോഴും, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്നുള്ളത് എനിക്കിപ്പോഴും പറയാൻ അറിയില്ല. സന്തോഷം കൊണ്ടുള്ള കണ്ണീരായിരുന്നു അത്. ഞാൻ എൻ്റെ കൂടെ വന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു, എന്തിനാടാ കരയുന്നത്? ഞാൻ കരഞ്ഞതല്ല, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതാണ് ആ ഒരു കാഴ്ച കണ്ടിട്ട് എന്ന് പറഞ്ഞു. എൻ്റെ തൊണ്ടയൊക്കെ വല്ലാണ്ട് ഇങ്ങനെ ഒരു, നമുക്ക് സന്തോഷം വരുമ്പോൾ തൊണ്ട ഇടറില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ കണ്ണെത്തുന്ന ദൂരത്ത് എനിക്ക് അമ്പലമുണ്ട്. ഞാൻ നടന്ന് അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും അവിടെ ആരതിയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി റൂം എടുത്തിട്ട് ആരതിക്ക് വരാനുള്ള സമയമില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ ബാഗൊക്കെ അവിടെ സ്ഥലത്ത് വെച്ച് ആരതിയിൽ പങ്കെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വലിയൊരു അനുഭവമാണ്. ആ മണിമുഴക്കം മൊത്തം പർവ്വതങ്ങളിൽ തട്ടി തിരിച്ച് നമ്മുടെ കാതിലോട്ട് വരുന്നൊരു അനുഭവമുണ്ട്. എല്ലാവരും ഒരുമിച്ച് തറയിൽ, ആ തണുപ്പത്ത് എല്ലാവരും ആ തറയിൽ ഇരിക്കും. നമ്മുടെ കരിങ്കല്ലുണ്ടാക്കിയ തറയിൽ ഇരുന്ന് ഭജൻസൊക്കെ പാടും. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ വല്ലാത്തൊരു, അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ഫീലിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ റൂം എടുക്കണം,
ഫുഡ് കഴിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ ആരതിയൊക്കെ കണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാനിതിന്ന് ആലോചിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കാലടിയിൽ കിടന്നിരുന്ന ശങ്കരാചാര്യർ എങ്ങനെ ഉത്തരാഖണ്ഡ് വരെ എത്തി? ഉത്തരാഖണ്ഡ് എത്തിയിട്ടും ഗൗരികുണ്ടിൽ നിന്ന് ഇവിടെ കേദാർ വരെ പുള്ളി എങ്ങനെ അന്നത്തെ കാലത്ത് നടന്നെത്തി എന്നുള്ളതാണ്. ഇന്ന് റോഡുണ്ട് നടക്കാനായിട്ട്. റോഡ് അത്യാവശ്യം വൃത്തിയുള്ള റോഡാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഡിഫിക്കൽറ്റി ഉണ്ട് നടന്ന് അവിടെ എത്താനായിട്ട്. അപ്പം അത്രയും വർഷം മുമ്പ് പുള്ളി എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ളൊരു എനിക്ക് വലിയൊരു ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ. ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ ആൾക്ക് കിട്ടേണ്ട അത്ര ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം വെച്ചാൽ നമ്മൾ അവിടെ പോകുമ്പോഴാണ് ആൾക്ക് അവിടെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. റോട്ടിലൊക്കെ ആളുടെ സ്റ്റാച്യു ഉണ്ട്. നമ്മൾ കേരളത്തിൽ നിന്നാണ് പറയുമ്പോൾ തന്നെ അവർക്കൊരു ബഹുമാനമുണ്ട്. ശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്ന് വന്ന ആളാണല്ലോ എന്നുള്ളത്. ഞാനത് ബദ്രിനാഥിൽ പോയപ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. അവിടുത്തെ ആചാര്യൻ മലയാളിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളിനെ തിരിച്ചറിയാനൊരു കാരണമുണ്ടായി. ഞാൻ തലയിലൊരു മലയാളത്തിൽ എഴുതിയൊരു തുണി ഇങ്ങനെ ചുറ്റിയായിരുന്നു. ഗുരുവായൂരിൽ വാങ്ങിച്ചൊരു തുണി ചുറ്റിയായിരുന്നു. അപ്പോൾ അത് കണ്ട് പുള്ളി ഇങ്ങോട്ട് വന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്, മലയാളിയാണല്ലേ എന്ന്. അന്നത്തെ ടൈമിൽ അവിടെ മലയാളീസ് വരൽ കുറവായിരുന്നു, കൊറോണ സമയമായിരുന്നു കൊണ്ടായിരിക്കാം. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കിടക്കണമെന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് ദർശനം വീണ്ടും നടത്തണമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചും പോരണം. എനിക്ക് മൈൻഡിലുണ്ടായിരുന്നത് പഞ്ചകേദാർ ചെയ്യണമെന്നാണ്. എല്ലാവർക്കും ചാർധാം അറിയാം, പക്ഷേ പഞ്ചകേദാർ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് നമ്മൾ സൗത്തിൽ നിന്നുള്ളവർ. നോർത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പഞ്ചകേദാർ എന്ന് പറയുമ്പം കേദാർനാഥ്, തുംഗനാഥ്, രുദ്രനാഥ്, പിന്നെ കൽപേശ്വർ, മധ്യമേശ്വർ. ഈ അമ്പലങ്ങളെല്ലാം ഗർവാൾ പ്രദേശത്തിൽ പെടുന്നതാണ്. പഞ്ചപാണ്ഡവരുടെ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഐതിഹ്യങ്ങൾ മൊത്തം. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എനിക്കത് സാധിച്ചില്ല. ഞാൻ പിറ്റേ ദിവസം പോയത് ബദ്രിനാഥിലേക്കാണ്. എനിക്കൊരു സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ലീവ് എടുത്തിട്ടാണ് വന്നത്. എനിക്ക് അത്രയും ലീവ് ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് പ്ലാനിങ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എല്ലാം പോകണമെങ്കിൽ ഇത്രയും ദിവസം എക്സ്ട്രാ എനിക്ക് വേണ്ടി വരും. അപ്പോൾ എനിക്ക് അടുത്ത് ചെയ്യാവുന്നത് ഒന്നില്ലെങ്കിൽ തുംഗനാഥ് പോകാം, അല്ലെങ്കിൽ ബദ്രിനാഥ് പോകാം എന്നായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഓക്കെ, എന്തായാലും ബദ്രിനാഥ് പോയിട്ട് തിരിച്ച് മടങ്ങാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. അപ്പം നമ്മൾ സൗത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു ഇതുണ്ടല്ലോ, കുളിച്ചിട്ടേ അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. ദർശനം കഴിഞ്ഞു. അമ്പലത്തിന് തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത്. 2 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലാണ്. ഞങ്ങൾക്ക് അന്ന് പെട്ടെന്ന് തിരിച്ചിറങ്ങും വേണം. കാരണം വെച്ചാൽ വൈകുന്നേരം ചെന്ന് ബദ്രിനാഥിലോട്ട് പോകേണ്ടതാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, എന്തായാലും കേദാരോട് വരെ വന്ന് തൊട്ട് മുകളിലായിട്ട് കാലഭൈരവൻ്റെ പ്രതിഷ്ഠയും അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് മുകളിലോട്ട് നടന്നാൽ മതി, 1 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. ഞാൻ അവിടെയും കൂടി പോയി അവിടെ എല്ലാം ദർശനം കഴിഞ്ഞ് തിരിച്ച് നടന്നു. നമ്മൾ കയറുന്ന അത്രയും ടൈം നമ്മൾ എടുക്കില്ല തിരിച്ച് വരുമ്പോൾ. ഞങ്ങൾ തിരിച്ച് ഒരു 5:30-6 മണിയായപ്പോൾ എത്തിയെങ്കിലും ബദ്രിനാഥിലോട്ടുള്ള അവസാന ബസ്സും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾക്ക് അന്ന് ഗൗരിക്കുണ്ടിയിൽ താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് 6 മണിക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ താമസിച്ചു. ഒരു കണക്കിന് അത് നന്നായെന്ന് എനിക്ക് തോന്നിയുള്ളൂ. നടന്നു വന്ന ക്ഷീണമൊക്കെ ഒന്ന് ഉറങ്ങി തീർക്കാൻ വീണ്ടും ബസ്സിലിരുന്ന് ഇത്രയും ദൂരം 300 കിലോമീറ്റർ സംതിങ് ഉണ്ട് ബദ്രിനാഥിലോട്ട്. യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നിരിക്കാം. അങ്ങനെ രാവിലെ ഞങ്ങൾ ബദ്രിനാഥിലോട്ടുള്ള യാത്ര തിരിച്ചു. അവിടെ എത്തിയത് വൈകുന്നേരം ഒരു 7 മണിയോടെ അടുപ്പിച്ചാണ്. ബദ്രിനാഥിൽ നമുക്ക് നേരിട്ട് ബസ് ഇറങ്ങി അമ്പലത്തിലോട്ട് നടക്കാവുന്ന വഴിയുള്ളൂ. നമ്മൾ അധികം നടക്കേണ്ട ആവശ്യമില്ല. ട്രക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അളകനന്ദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ്. അങ്ങനെ അധികം നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവരുടെ ഒരു സാഫ്രോൺ മിൽക്ക് ഉണ്ട് അവിടെ നിന്ന് ബദ്രിനാഥിൽ നിന്ന് കിട്ടുന്നത്. നല്ല ക്രീമും മിൽക്കൊക്കെ ഇട്ട് തിളപ്പിച്ച്, സാഫ്രോൺ ഇട്ട് തിളപ്പിച്ച് അവർ ആ മിൽക്കും ആ മിൽക്ക് ഫോം ചെയ്യണ ഒരു ഫോമും പാടയും കൂട്ടിയിട്ട് തരും. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം വെച്ചാൽ എനിക്ക് തിരിച്ച് ഹരിദ്വാറിൽ വരണം. ഹരിദ്വാറിലും കൂടി പോയിട്ട് വേണം തിരിച്ച് വീട്ടിലോട്ട് വരാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഹരിദ്വാർ ദർശനം കഴിഞ്ഞ് ഹരിദ്വാറിലും ആരതിയുണ്ട്. നമ്മെ ഈ വാരണാസിയിലേക്ക് പോകുമ്പോൾ ഗംഗാരതി കാണുന്ന പോലെ ഹരിദ്വാറിലും ഗംഗാരതി ഉണ്ട് അവിടെ. അപ്പം അതെല്ലാം കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് എത്തിയത്. വീട്ടിൽ വന്ന് ഒരാഴ്ച എനിക്ക് ആ യാത്രയുടെ ഹാങ് ഓവറിൽ നിന്ന് ഞാൻ പുറത്ത് വന്നിരുന്നില്ല. ഞാൻ എന്നുള്ള വ്യക്തി നാട്ടിലെത്തിയെങ്കിലും എൻ്റെ മനസ്സ് മൊത്തം അവിടെയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ യാത്രയുടെ ഇമ്പോർട്ടൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയത്
ആക്ച്വലി റിയലൈസ് ചെയ്യുന്നത്. അവിടെ ആ യാത്രയിൽ ഞാനങ്ങനെ യാത്ര ചെയ്യുന്നു, എല്ലാം കാണുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് അത്ഭുതം തോന്നിയത് ഞാനന്ന് ക്യാമറയും കൊണ്ടാ പോയെ. എന്നിട്ട് പോലും എനിക്ക് തോന്നുന്നു ഒരു 5 6 ഫോട്ടോയിൽ കൂടുതൽ ഞാൻ എടുത്തില്ല. ഞാൻ ക്യാമറ വെളിയിൽ എടുത്തില്ല. എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ക്യാമറ എടുത്തില്ല. ഞാനെല്ലാം കണ്ട് ആസ്വദിക്കാനാണ് ഏഹ്, ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ നാട്ടിൽ വന്നിട്ട് അതെൻ്റെ മൈൻഡിൽ കിടക്കുമായിരുന്നു കുറേ നാളത്തേക്ക് അങ്ങനെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള പേര് മാറ്റിയാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു ചിന്തയിലോട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു എന്നുള്ളത് ഞാൻ കേദാർ എന്നുള്ളതാക്കിയത്. കൂട്ടത്തിൽ വേറൊരു റീസൺ ഉണ്ടായിരുന്നു. എനിക്ക് വേറെയും 1, 2 പേജ് ഉണ്ടായി. ഞാൻ എൻ്റെ പ്രൊഫഷൻ ഷെഫ് ആയതുകൊണ്ട് പ്രൊഫഷണൽ എടുക്കുന്ന ഫോട്ടോസും കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്ന ഒരു പേജും ഉണ്ട്. അതല്ലാതെ ഒരു ക്ലോത്തിങ് ബ്രാൻഡും ഉണ്ട്. അപ്പം എല്ലാത്തിലും വിഷ്ണു എന്നല്ലാക്കണ്ട, ഒരു പേര് മാറ്റാം, ഈ ട്രാവലിംഗ് ചാനൽ അല്ലെങ്കിൽ ട്രാവലിംഗ് പേജിൻ്റെ പേര് മാറ്റണം എന്ന് ഞാൻ കുറേ തീരുമാനിക്കുന്നു. അപ്പോഴാണ് എനിക്കൊരു റൈറ്റ് ടൈമായിട്ട് തോന്നിയത്. എന്തായാലും ട്രാവൽ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് മാറ്റണം. അങ്ങനെയാണ് ഞാൻ കേദാർ പ്രയാണ എന്നൊരു പേരിലോട്ട് ഞാൻ എത്തുന്നതും ആ പേജ് മാറ്റിയതും. പിന്നീട് എനിക്ക് കിട്ടിയ കൂടുതൽ സുഹൃത്തുക്കളെല്ലാം യാത്രയിൽ നിന്നും കിട്ടിയതാണ്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തപ്പോൾ കിട്ടിയ സുഹൃത്തുക്കളും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ തന്നെ അവർക്കിടയിൽ എൻ്റെ പേര് കേദാർ എന്ന് തന്നെയായി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നെ കൂടുതൽ പേരും വിളിക്കുന്നത്. വിഷ്ണു എന്നാണ് എൻ്റെ പേരെന്ന് അറിയുന്നവരുണ്ട്, എന്നാലും കേദാർ എന്ന് തന്നെയാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. അങ്ങനെ അതെല്ലാം കടന്ന് ഒരു വർഷം കഴിഞ്ഞു. ഞാൻ ഒക്ടോബറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത ഒക്ടോബർ ആയപ്പം എൻ്റെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു വിളി വരാമെന്ന് പറയില്ലേ നമുക്ക്. ചില അമ്പലങ്ങളിൽ പോകാനായിട്ട് നമുക്ക് പറയില്ലേ, അവിടെ നിന്നൊരു വിളി വന്നാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറയില്ലേ. അതിലൊക്കെ ഞാൻ എത്രത്തോളം വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അടുത്ത വർഷം ആ ഒക്ടോബറൊക്കെ ആയപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമിനകത്ത് വരുന്ന ഫീഡ്സ് മൊത്തം കേദാർ അമ്പലത്തിലെ വീഡിയോകളും, പിന്നെ അവിടെ ഈ 6 മാസം അടച്ചിടും കേദാർ. 6 മാസം മനുഷ്യപൂജ്യം, 6 മാസം ദേവപൂജ്യം എന്നാണ് അവിടുത്തെ വിശ്വാസം. അപ്പോൾ ഈ 6 മാസത്തെ ക്ലോസിങ് ടൈം കഴിയുന്നത് ഏപ്രിലാണ്. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞിട്ട് തിരിച്ച് ശിവനെ അവിടേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിരുന്നു എൻ്റെ കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ഇമോഷണലായിട്ടുണ്ട്. ഞാൻ ചില രാത്രിയിൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ടുണ്ട് ഈ വീഡിയോസ് കണ്ടിട്ട്. എനിക്ക് പോകണം വീണ്ടും എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രാവശ്യം പോയതല്ലേ കഴിഞ്ഞ കൊല്ലം, വീണ്ടും അവിടെ തന്നെ പോകണം, ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലത്താണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോകാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവനെ തന്നെ കൂട്ടുപിടിച്ചു. അവൻ്റെ കൂടെ തന്നെ ഞാൻ ആ വർഷവും പോയി. കഴിഞ്ഞ വർഷം പോയപ്പോഴത്തെ ചെറിയ നമുക്കുണ്ടായ പോരായ്മകളെല്ലാം ആ വർഷം നികത്തി. ആ വർഷവും ഈ പറഞ്ഞ പോലെ എനിക്ക് പഞ്ചകേദാർ മുഴുവനാക്കാൻ പറ്റിയില്ല. നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലീവിന് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. കൂടി വന്നാൽ ആഴ്ചയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിന് കൂടുതൽ നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വർഷവും പഞ്ചകേദാർ നടന്നില്ല. അപ്പം ഇപ്പോഴും അതൊരു നടക്കാത്ത സ്വപ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും അത് ഈ വർഷമെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഈ ഒരു കേദാർ യാത്രയ്ക്ക് ശേഷമാണ് എൻ്റെ ഉള്ളിൽ നിന്നൊരു തിരിച്ചറിവുണ്ടായത്. എൻ്റെ ഇഷ്ടങ്ങൾ കൂടുതലും ഏൻഷ്യൻ ടൈമിലുള്ള ടെമ്പിൾസിൽ പോകാനും അവിടുത്തെ ചരിത്രം അറിയാനും കൂടുതലായിട്ട് ഇന്ത്യൻ കൾച്ചർ അറിയണം എന്നുണ്ടായിരുന്നു. നമുക്കൊരു ഭയങ്കര റിച്ചായിട്ടുള്ള കൾച്ചറുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെല്ലാവരും അങ്ങോട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ശ്രമങ്ങൾ മൊത്തം ആ ഒരു യാത്രയിലൂടെ പോകണമെന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ തഞ്ചാവൂർ പോകുന്നത്, അവിടെ നിന്ന് ശ്രീരംഗം പോകുന്നത്. തഞ്ചാവൂരൊക്കെ ചോളന്മാരുടെ കാലത്തുള്ള രാജരാജ ചോളൻ പണിത അമ്പലം, ശ്രീരംഗം പാണ്ഡ്യന്മാർ പണിത അമ്പലമാണ്. ഇന്നും ശ്രീരംഗമാണ് ഏറ്റവും വലിയ ഫങ്ഷനിങ് ടെമ്പിളും ഏറ്റവും വലിയ ഗോപുരമുള്ളതും ശ്രീരംഗത്താണ്. ഏറ്റവും വലിയ ടെമ്പിൾ അങ്കോർവാട്ടാണെങ്കിലും അത് ഫങ്ഷനിങ് അല്ല. ഇപ്പം ഏറ്റവും വലിയ ഫങ്ഷനിങ് ടെമ്പിൾ ശ്രീരംഗമാണ്. പിന്നെ അവിടെ നിന്ന് എൻ്റെ ജേണി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത് എനിക്ക് അജന്ത എലോറ കേവ്സുകൾ കാണുന്നുണ്ട്. അതൊക്കെ ഒരു ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സമുച്ചയങ്ങളാണ് അജന്ത എലോറയൊക്കെ. ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, അത് ഏലിയൻസ് വന്ന് പണിതാണെന്നൊക്കെ. അതിലൊന്നും എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. അത് കാരണം വെച്ചാൽ അതിൻ്റെ നിർമ്മിതി അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു നിർമ്മിതിയാണത്. സാധാരണ നമ്മൾ ഒരു ബിൽഡിങ് താഴെ നിന്ന് മുകളിലോട്ട് പണിത് തുടങ്ങുമ്പം അതൊരു വലിയ പാറ നമ്മൾ തുരന്ന് മുകളിൽ നിന്ന് താഴോട്ടാണ്
അതിൻ്റെ കൺസ്ട്രക്ഷൻ പോയിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെയാണത് പണിത് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. ട്രാവലിസ്റ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ സ്വപ്ന സഞ്ചാരികൾ എന്ന ഈ പരിപാടിയിൽ എനിക്ക് വന്ന് ഇതെല്ലാം പറയാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യാത്രകളൊന്നും സ്പെഷ്യലി കേദാരയാത്രകളൊന്നും അധികം റെക്കോർഡ് ചെയ്തിട്ടില്ല, ഫോട്ടോസോ വീഡിയോസൊന്നും എടുത്തില്ല. കാരണം ഓരോ യാത്രകളും എനിക്ക് ഉള്ള തെറാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള യാത്രകളായിരുന്നു എല്ലാം. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോഴാണ് എൻ്റെ മൈൻഡിലുണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങളടുത്ത് പറയാൻ പറ്റിയത്. കാരണം എന്ന് വെച്ചാൽ യാത്രകൾ കണ്ട അനുഭവങ്ങളെല്ലാം എൻ്റെ മൈൻഡിലാണ് കിടക്കുന്നത്. ഈ പറഞ്ഞ പോലെ എൻ്റെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ അധികം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അതിനകത്ത്. അപ്പോൾ ഈ ഒരു വഴിയിൽ നിങ്ങളുടെ അടുത്ത് എല്ലാം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. യാത്രകൾ ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ.